ഹായ് ഡിയേഴ്സ്, ഞാൻ സിൽവാൻ മുസ്തഫ. കാസർഗോഡ് ജില്ലയിലാണുള്ളത്, കാഞ്ഞങ്ങാട്. ഇവിടെ ഒരു വീട് വന്നിട്ടുള്ളത് 4 കെട്ട് വീടാട്ടോ. ഒരു രക്ഷയില്ല. 3400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, ഇറ്റാലിയൻ മാർബിൾ വിരിച്ച പോലെ സിംഗിൾ സ്റ്റോറിയിൽ വിരിച്ചിട്ടുള്ള മഴവെള്ളമൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് വന്ന് ചാടുന്ന സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അകത്തുള്ള അടിപൊളി 4 കെട്ട് വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. റസാഖ് ഷെരീഫ ദമ്പതികളുടെ കാഞ്ഞങ്ങാടുള്ള വീട്ടിലേക്കാണ്. നമ്മൾ സിൽവാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയായിട്ടുള്ള കാസർഗോഡും തിരുവനന്തപുരവും അതിന്റെ ഉൾപ്രദേശങ്ങളായിട്ടുള്ള സകല ഡിസ്ട്രിക്റ്റിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറുള്ള ഇന്ന് കേരളത്തിൽ ഒരേ ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അത് സാധാരണ വല്ലപ്പോഴും കസ്റ്റമർ വരുന്നതല്ല, റെഗുലർ ആയിട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലത്തും കോട്ടയത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരും കാസർഗോഡ് വയനാടും കാലിക്കറ്റിൽ നിന്നും എല്ലാ ജില്ലയിൽ നിന്നും സ്ഥിരമായിട്ട് റെഗുലറായിട്ട് കസ്റ്റമർ ഉള്ള സിൽവാൻ ഗ്രൂപ്പിന്റെ 10 ലക്ഷം സാറ്റിസ്ഫൈഡ് ഫാമിലി മെമ്പർമാരായിട്ടുള്ള എല്ലാ ജില്ലയിലെ കസ്റ്റമേഴ്സിനും അതുപോലെ നമുക്ക് സപ്പോർട്ട് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനും മേസൻസും വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് സിൽവാനിൽ വന്ന് പർച്ചേസ് ചെയ്ത മനോഹരമായ വീടൊരുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്സുകളുള്ള കണ്ണെടുക്കാൻ പറ്റാത്ത മനോഹരിതയുള്ള വീട്ടിലേക്ക് സ്വാഗതം. സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റോറിന്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ആണെന്ന് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എക്സ്റ്റീരിയറിൽ കാണുന്ന അതുണ്ടല്ലോ, സ്ട്രെസ് വർക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഓട് വരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അകത്ത് ചൂടില്ല എന്നുള്ളതാണ്. മനോഹരമായ വീട് അകത്തൊന്ന് കണ്ടു നോക്കുക. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം ഇതിന്റെ അകത്ത് ഉപയോഗിച്ചുള്ള ടൈലുകൾ, അസർവയുടെ മനോഹരമായിട്ടുള്ള ബുക്ക് മാച്ച്, അതുപോലെ പറ്റക്കോണിയ, അതുപോലെ ഇറ്റാലിയൻ മാർബിൾ പോലത്തെ ബാത്റൂം, അകത്ത് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്ന മഴവെള്ളം ചാടിക്കൊണ്ടിരിക്കുന്ന 4 കെട്ട്, അതിന്റെ അടിയിൽ കുട്ടികൾക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ പൂള്, എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ആ വീടാണ്. പ്രതാപം മുറ്റി വീഴുന്ന ആ തറവാട് വീടിന്റെ ആ ചാരുത ഉണ്ട് ഇതിന്റെ സിറ്റ് ഔട്ടിന് കേട്ടോ. ആ പില്ലറൊക്കെ ഉണ്ടല്ലോ, ആ വുഡിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള പില്ലർ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്ത് പ്രതാപമുള്ള തറവാട് വീടിന്റെ ഒരു ഭംഗി. മനോഹരമായിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിവിടെ ഇരിക്കാനുള്ള സീറ്റും കൊടുത്തിട്ടുണ്ട്. പറ്റക്കോണിയ 8x4 ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള 8x4 ടൈലാണ്. അസർവ ബ്രാൻഡിൽ വിരിക്കുന്ന ടൈലാണ്. അതുപോലെ തന്നെ ലെപ്പോത്ര ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്വിച്ച് ഔട്ട് ആണ്. അത് കടന്ന് നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാനുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാം. വാവ്, കയറി വരുമ്പോ തന്നെ നെട്ടിക്കുന്ന ലുക്കാട്ടാ. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് ആണ്. ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളിന്റെ പറ്റക്കോണിയാണ്. കലപിലെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഏതോ നദി ഒഴുകി പോവാണ്, വെള്ളച്ചാട്ടാണ് തോന്നിപ്പോകും. 4 കെട്ടിന് വെള്ളം വന്ന് ചാടുകയാണ്. ഈ ഓടിന്റെ 4 സൈഡിൽ നിന്നും മഴവെള്ളം വന്നിട്ട് അതിങ്ങനെ വന്ന് ചാടിക്കഴിഞ്ഞാൽ അടിയിൽ കുട്ടികളെ കുളിക്കാൻ പറ്റുന്ന ഒരു പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിന്റെ അകത്തിരുന്ന് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആഗ് ഹവ മിട്ടി പാനി എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് കുളിർമ വരുന്ന വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ പറ്റും. മണ്ണും പച്ചപ്പും അതുപോലെ കാറ്റും കിട്ടുന്ന ഇത് സിംഗിൾ സ്റ്റോറി ഡബിൾ ഹൈറ്റ് ആണ്. ഇതിന്റെ ഹൈറ്റിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല് ഡബിൾ സ്റ്റോറി ചെയ്യാനുള്ള ഹൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ മുകളിൽ നല്ല രീതിയിൽ വുഡൻ കൊണ്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഡ്രസ് വർക്കിൽ ഓടിട്ടിട്ട് വുഡൻ കൊണ്ട് സീലിംഗ് ചെയ്തോടുകൂടെ ഇവിടെ ചൂട് എന്നൊരു സംഭവം ഇല്ല. ചൂട് സമയത്ത് ഉച്ചക്ക് 1 മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള 8x4 ഇതിനെ റോയൽ ലുക്ക് ആക്കുന്നത്. ഒരു രാജകീയമായ പാലസിലേക്ക് കടന്നു വന്ന ഒരു ഫീലാണ് നമുക്ക്. വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ 8 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം, 10 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഓപ്പൺ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പാണ് കിച്ചണിലേക്ക്. അങ്ങോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പ്ലെയിൻ ഏരിയ ആണ്. ഇവിടെ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്തിട്ടുള്ള വുഡ് കൊണ്ടാണ്, എല്ലാ ഡിസൈനും വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്ന ഹാങ്ങിങ് ലൈറ്റുകൾ ഇതിന്റെ മറ്റൊരു ബന്ധമാണ്. അതുപോലെ തന്നെ വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ് ഈ വീടിന്റെ. പാനൽ വർക്കുകളൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. 4 ബെഡ്റൂമാണ്, എല്ലാം സിംഗിൾ സ്റ്റോറി. ഡൈനിങ് ഹാളിൽ ഇരുന്ന് സംസാരിച്ച് കിടക്കാൻ എല്ലാവർക്കും 4 ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ഇവിടെ സ്ലൈഡിംഗ് ഡോർ കൊടുത്ത്, ഗ്ലാസ് സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ്. അതിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ സോഫ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതും വുഡിലാണ് പറകോളട്ട് കൊടുത്തിട്ട് നല്ല വിശാലമായിട്ട് എയർ പാസിംഗ് നടക്കുന്ന ഒരു ലിവിംഗ് ഏരിയയാണ്. സീലിംഗിൽ ആ വുഡ് ചെയ്തത് തന്നെയാണ് ഇതിന് മറ്റൊരു രാജകീയം. അതുപോലെ തന്നെ മൊറോക്കൻ സീരീസിലുള്ള ലൈറ്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഹാങ്ങിങ്ങിൽ ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ റൂമിലേക്ക് പോകുന്നതിന് മുൻപ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ടാപ്പ് കൊടുത്തിട്ട് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഗോൾഡിഷ് കളറുള്ള വാഷ് ബേസിനാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് വസു എടുക്കാനുള്ള ഏരിയ കൊടുത്തിട്ടുള്ളത്. പ്രയർ റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് കിട്ടുന്നത് ഒരു റാമ്പാണ്. ആ റാമ്പിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രയർ റൂമാണ്. ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുള്ള പ്രയർ റൂം. ഇതിന്റെ സീലിംഗിലൊക്കെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പ്രയർ റൂം. ഇവിടുത്തെ ഒക്കെ ഭംഗി ഈ 8x4 ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള വലിയ ഒരു ഹാളിന്റെ ഫുൾ ലെങ്ത്, നമ്മുടെ കിച്ചൺ വരെ കിട്ടുന്ന ഫുൾ ലെങ്ത് ആണ് ഈ വീടിന്റെ മറ്റൊരു ഭംഗി. ഇതാണ് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂം. 4 ബെഡ്റൂം ആണുള്ളത്. ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നമ്മൾ അസർവയുടെ ബ്രഷ്യ സാൻഡ്, അതായത് അസർവയുടെ ബ്രഷ്യ ഡയമണ്ട് എന്ന് പറയുന്ന ഡിസൈൻ ആണ്.
നിങ്ങൾ നോക്കണം ഇതിന്റെ ഒരു ക്വാളിറ്റി. ജോയിന്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. മനോഹരമായിട്ട് 4 സ്ലാബ് വിരിച്ച പോകുന്ന ഭംഗി കണ്ടില്ലേ? ഈ ലുക്ക് കിട്ടുന്ന ബ്രാൻഡാണ് അസർവ. ഇതിന്റെ പല കോപ്പികളും ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചോദിച്ചു വാങ്ങുക അസർവ ബ്രാൻഡിന്റെ ബ്രഷ്യ സാൻഡി ആണോ അല്ലെങ്കിൽ അസർവയുടെ ബ്രഷ്യ ഡയമണ്ട് ആണോ ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങുക. എന്നാൽ നിങ്ങൾക്ക് ഈ പെർഫെക്റ്റ് ഫിനിഷ് കിട്ടും. മാത്രമല്ല ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു യൂണിറ്റ്, അതിൽ മിററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. മനോഹരമായ ഇറ്റാലിയൻ മാർബിളിന്റെ ലുക്കിൽ ചെയ്ത സിംഗിൾ ഡിസൈനിൽ ഒറ്റ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂമാണ്. ഫ്ലോറിൽ അസർവയുടെ എന്താ പറയുക ഒലീവ് ഗ്രീൻ മാറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അതിന് വാൾമോണ്ടോട് ക്ലോസറ്റും കൺസീൽ ടാങ്കും ഷവർ മിക്സറും വാഷ് ബേസിനും കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിനോട് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമിലും അസർവയുടെ ബ്രഷ്യ സാൻഡിയുടെ ബുക്ക് മാച്ച് ആണ് വെച്ചിട്ടുള്ളത്. ഈ ഡയമണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഈ റൂമിന്റെ ഒരു ഹൈലൈറ്റ്. ഇതിന്റെ ഇന്റീരിയറിന്റെ ഒരു പാർട്ട് തന്നെ ഇതിൽ ചെലവായി. കാപ്പണി മുക്കാച്ചോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈലുകൾ നമ്മുടെ റൂമിന്റെ ഭംഗി വർദ്ധിപ്പിക്കും. അതിനെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഈ വാം ലൈറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗോൾഡിഷ് കളറിൽ എടുത്ത് കാണിക്കുന്ന ടൈലുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ സീലിംഗിൽ നല്ല രീതിയിൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ്സ്, ഇതുപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത് സെയിം ഡിസൈൻ ആണ്. പക്ഷേ ഇവിടെ അസർവയുടെ ഒണിക്സ് വൈറ്റ് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ചുമര്, കൺസീൽ ടാങ്ക്, വാൾമോഡൽ ക്ലോസറ്റും നിലത്ത് അതേ സാധനമാണ് വിരിച്ചുള്ളത്. നമ്മൾ ലോങ് നിന്നൊക്കെ വരുന്ന കസ്റ്റമർ ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ 4 ബാത്റൂം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ഡിസൈനുകളാണെങ്കിൽ അപ്പോൾ നമുക്ക് അപ്പുറത്തുള്ള ഒരു ബോക്സും ഇപ്പോഴുള്ള ബോക്സിലെ പീസും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ കട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ തന്നെ നമ്മളെ കിച്ചണിൽ ഉപയോഗിച്ച വാൾ ടൈൽസിന്റെ ഡിസൈനാണ്. വേസ്റ്റ് ഇല്ലാതെ, നഷ്ടമില്ലാതെ, ചെലവ് ചുരുക്കിയിട്ട് വീട് ആർഭാടമാക്കുന്നതിനുള്ള ഒരു ഐഡിയകളാണ് ഇത്. നിങ്ങൾക്കും പ്രായോഗികത്തിൽ എടുത്താൽ. ദൂരത്തുനിന്ന് വരുമ്പോൾ നമ്മൾക്ക് പുറത്തൊരു ഓപ്പൺ ബാത്റൂം ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ടൈൽസ് എടുക്കരുത്. ബാത്റൂമിലേക്ക് 4x2 ടൈൽസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാ ബാത്റൂമും വിരിച്ചു കഴിഞ്ഞാൽ 4 ഡിസൈനാണ് 4 ബാത്റൂമിലെങ്കിൽ പോലും എല്ലാത്തിലും ഒരു ബോക്സ് ഒക്കെ ബാക്കി ഉണ്ടാവും. ആ 4 ബോക്സ് വെച്ചിട്ട് നമ്മൾ പുറത്തെ ബാത്റൂമും കുളിമുറി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ റിട്ടേൺ ഇല്ലാതെ ലോങ്ങിൽ നിന്ന് നമ്മൾ സാധനം വീണ്ടും കൊണ്ടുവരേണ്ട അവസ്ഥ അല്ലാതെ ക്ലീൻ ആക്കാൻ നമുക്ക് പറ്റും. സർവീസ് ക്ലിയർ ആക്കാൻ പറ്റും. ഇതിനെ കൂടെ പറയുന്നത് ഞാൻ സിൽവാന്റെ കാര്യം പറയുന്നത്. സിൽവാൻ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഫ്രീ ഡെലിവറിയാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മൾ ഒരിക്കലും ഒരു കടക്കാരും തിരിച്ചെടുക്കുന്നതല്ല. സിൽവാനും തിരിച്ചെടുക്കില്ല, തിരിച്ചു കൊണ്ടുവരാൻ വണ്ടി വിടില്ല. അത് റിട്ടേൺ അങ്ങോട്ട് എത്തിച്ചാൽ അതിന്റെ ക്യാഷ് കിട്ടും. മാത്രമല്ല സിൽവാൻ എന്താ ചെയ്യുമെന്ന് പറഞ്ഞാല് ആ ഏരിയകളിൽ നമ്മളെ വണ്ടി ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഏരിയകളിൽ നമ്മളെ വണ്ടി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആ സാധനം റിട്ടേൺ എടുക്കാറുണ്ട് എന്ന് കരുതി സെയിൽ ചെയ്ത മെറ്റീരിയൽസ് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ സൈറ്റിൽ പോയി വണ്ടി വിട്ട് റിട്ടേൺ എടുക്കും എന്നുള്ളത് ഞാൻ എവിടെയും പറയാറില്ല. വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ വണ്ടികൾ കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റിൽ ഓടുന്നത് കൊണ്ട് തന്നെ എല്ലാ സൈറ്റിലേക്കും ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊരു സ്പെഷ്യൽ സർവീസ് മാത്രമാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത്. 4 ബെഡ്റൂമാണെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ ബെഡ്റൂമുകളൊന്നും വലിയ സംഭവങ്ങളാക്കി പറയേണ്ടതില്ല. കാരണം ഈ വീടിന്റെ ഏറ്റവും ഭംഗി എടുക്കുന്നത് ഇതിന്റെ കിച്ചണിലും ഡൈനിങ് ഹാളിലും ആ വെള്ളച്ചാട്ടത്തിലെ സ്വിമ്മിംഗ് പൂളിലാണ്. ഇതിന്റെ വീടിലെ ബെഡ്റൂമിന്റെ ഭംഗി എടുക്കുന്നത് അതിന്റെ ഫ്ലോറിൽ വിരിച്ച അസർവ ബ്രഷ്യ സാൻഡ് ബുക്ക് മാച്ചിലാണ്. അതിന്റെ എല്ലാം A to Z ആ ഭംഗി ആ ഫ്ലോർ ടൈൽസിൽ കിടക്കുന്നുണ്ട്. അതിനോട് കൂടെ അതിന്റെ വാർഡ്രോബ്സുകൾ, അതിന് സീലിംഗിൽ ആ വുഡന്റെ ടച്ച് കൊണ്ടുപോയിട്ടുള്ള ആ വിനീറിന്റെ ഡിസൈനിൽ ചെയ്തിട്ടുള്ള സീലിംഗ്, അതിന്റെ പാനൽ ലൈറ്റ്, അതുപോലെ ആംഗിങ് ലൈറ്റുകൾ, വാളിൽ വെച്ചിട്ടുള്ള ആന്റിക് ലൈറ്റുകളൊക്കെ വീടിനെ ആ പഴയ തറവാടിന്റെ ഓർമ്മ വരുത്തുന്ന ചില എലമെന്റ്സുകളാണ്. അതിനോട് കൂടെ മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള ബാത്റൂം ഗ്രീനിഷ് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഗ്രീൻ കളറിലുള്ള, അതുപോലെ തന്നെ അതിന്റെ പ്ലെയിൻ മാറ്റ് അസർവയുടെ ഒലീവ് ഗ്രീൻ ആണ് എല്ലാ ബാത്റൂമിന്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ള മാറ്റാണ്. വാൾമോണ്ടോട് ക്ലോസറ്റും ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ബാത്റൂമാണ് ഇതിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ റൂമിലുള്ള പോലെ അസർവയുടെ ഫ്ലോർ ടൈൽസിന്റെ റൂമിന്റെ അട്രാക്ഷൻ സ്പെഷ്യൽ ആയിട്ട് ഇന്ത്യയിൽ ഒന്നും ചെയ്തില്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വീടിന്റെ അട്രാക്ഷൻ എടുക്കുന്നത് ആ വാം ലൈറ്റ് വരുമ്പോൾ കാണുന്ന ആ ഗോൾഡിഷ് കളറുള്ള ഫ്ലോർ ടൈലാണ്. റോയൽ ലുക്ക് ഉണ്ട്, രാജകീയമായിട്ട് കിടക്കുന്നത്. ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ അസർവയുടെ ഡയമണ്ട് ബ്രഷ്യ. അതാണ് ഏറ്റവും ലുക്ക്. നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. ബ്രാൻഡുകൾ പലതും കോപ്പി ചെയ്യപ്പെടുന്നുണ്ട്. അസർവന്റെ തന്നെ ചോദിച്ചു വാങ്ങിയാൽ ഈ പെർഫെക്ഷൻ ഞാൻ പറയാൻ കാരണം ഈ ജോയിന്റ് ഫ്രീ ഇത് വർക്ക് ചെയ്ത വർക്കേഴ്സിന് ആദ്യമായിട്ട് സല്യൂട്ട് ചെയ്യണേ. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ട് ജോയിന്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു കഴിവാണ്. പിന്നെ ആ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റിയാണ്. നിങ്ങൾ അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സിംഗിൾ കളർ ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളിന്റെ അതേ രൂപത്തിൽ സിംഗിൾ കളർ ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൽ സ്പേസർ ടെപ്പോക്സ് ഇട്ടിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ജോയിന്റ് ഫ്രീ ആയിട്ട് ഒട്ടിച്ചാലും അതിന്റെ അടിയിലൂടെ വെള്ളം പോകും.
അപ്പൊ ബാത്റൂം ചെയ്യുമ്പോൾ എപ്പോഴും സ്പേസ് ഇടണം. ഫ്ലോറിൽ നമുക്ക് സ്പേസർ ഇട്ടിട്ടും ഇടാതെയും നമുക്ക് വിരിക്കാൻ പറ്റും. ബാത്റൂമിൽ ഇതുപോലെ സ്പേസർ ഇട്ട് വിരിച്ചാൽ ആ സ്പേസറിന്റെ ഗ്യാപ്പിൽ എപ്പോക്സ് ചെയ്താൽ വെള്ളം ഇറങ്ങില്ല. അതർവൈസ് നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ ആ പേപ്പർ നൂലിന്റെ കട്ടിന്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങി ചുമരിൽ അപ്പുറത്തേക്ക് അതിന്റെ ഫംഗസ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ബാത്റൂം ചെയ്യുമ്പോൾ നിങ്ങൾ സ്പേസർ ഇട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ, എപ്പോക്സ് ഇട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഈ റൂം. ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറയില്ല, ഈ മനോഹരമായിട്ടുള്ള ഈ ഡൈനിങ് ഹാളും ഓപ്പൺ ആയിട്ടുള്ള ഈ കിച്ചണുമാണ്. ഈ കൗണ്ടർ ടേബിൾ പോലെ നമ്മുടെ ടേബിൾ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നാനോ വൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മരത്തിന്റെ ഫീൽ ചെയ്യുന്ന ലൈറ്റും നല്ല രീതിയിലുള്ള ഒരു ആർട്ടും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്പൺ ആണ്. പിന്നെ ഒലീവ് ഗ്രീൻ എന്ന് പറയുന്ന ആ ഒണിക്സിന്റെ മനോഹരമായിട്ടുള്ള അസറുടെ ഒണിക്സിന്റെ ദൃശ്യമാണ് ഇതിന്റെ വാളിൽ കൊടുത്തിട്ടുള്ളത്. അത് വീടിനെ ഒന്നും കൂടെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഒന്നും കൂടെ പ്രകൃതിയോട് അടുപ്പിക്കുന്ന ഒരു ഡിസൈനാണ് ഇവിടെ നമ്മളെ റസാഖ് ഭായ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഗ്രീനിഷ് ചുമരിൽ വന്നതോടുകൂടെ പലയിടത്തും നമ്മൾ വൈറ്റ് ആണ് കാണല്, ഇവിടെ ഗ്രീനിഷ് വന്നതോടുകൂടെ ഒന്നും കൂടെ പ്രകൃതിയോട് നല്ല രീതിയിൽ ചേരുന്ന ഇതാണ്. ഡൈനിങ് ഹാളിൽ വിരിച്ചിട്ടുള്ളത് അതുപോലെ വീടിന്റെ ഹാളിലൊക്കെ വിരിച്ചിട്ടുള്ള അതേ പെറ്റഗോണിയ സീരീസ് ആണ്. 8x4 ജോയിന്റ് ആയിട്ട് വിരിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് വർക്കേഴ്സ് ആണ്. ഒരിക്കൽ കൂടെ പറയാണ്, വർക്കേഴ്സ് നല്ലതാണെങ്കിൽ മാത്രമേ വീട് വർക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. അതോടുകൂടെ ഇവിടെ എന്ത് കൗണ്ടർ ടോപ്പിന് നമ്മൾ നാനോ വൈറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ സിങ്കും കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ഏരിയയിൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്, വലിയൊരു റെഫ്രിജറേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ സീലിംഗിന് നാച്ചുറൽ വുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള സീലിംഗ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളെ കിച്ചൺ അല്ലെ, നമ്മളെ കിച്ചണ് ആണ് വീടിന്റെ ഹൈലൈറ്റ്. വർക്ക് ഏരിയ ഒക്കെ നമ്മൾ ചെറിയ സ്പേസിലിട്ടും ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. നമ്മളൊക്കെ വീട്ടിലെ സ്ത്രീകൾ പോലെ ജീവിതത്തിന്റെ 80% കിച്ചണിലായിരിക്കും. ഞാൻ നാളെ ഒരു സിങ്കിന്റെ വീഡിയോ ഇട്ടിരുന്നു, അടച്ചു വെക്കുന്ന ആവശ്യം കഴിഞ്ഞാൽ അടച്ചു വെക്കുന്ന സിങ്ക്. അപ്പൊ അതിന് താഴെ ഒരുപാട് ആളുകൾ കമന്റ് അടിച്ചിരുന്നു, സിങ്ക് മാത്രമല്ല കിച്ചനും ഒരു പരിമിതി കഴിഞ്ഞാൽ അടച്ചു വെക്കണം എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഇറ്റങ്ങളാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി ഒരേ കിച്ചണിലെ പണിയാണ്, കേക്കലും തുടക്കലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു ആവശ്യം കഴിഞ്ഞാൽ പിന്നെ കിച്ചനും അടച്ചേക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കിച്ചണിൽ കുറച്ച് എന്റർടൈൻമെന്റ് വേണം. ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ പൈപ്പിൽ പുറത്തേക്ക് നല്ല പച്ചപ്പുള്ള വയല്, നീ എന്താ പറയാ പച്ചപ്പ് ഇങ്ങനെ പുറച്ച് കിടക്കുന്ന പാടാണ്. അവിടുന്ന് നല്ല രസമുള്ള കാറ്റുകൾ ഇങ്ങനെ വരും, നല്ല നമ്മളെ താലോലിച്ച് വരുന്ന കാറ്റുകൾ. എത്ര ടെൻഷൻ അടിച്ച് പണിയെടുത്താലും വീട്ടിൽ എത്ര പ്രയാസമാണെങ്കിലും ഇവിടെ ഇരുന്ന് കണ്ട് വെണ്ടക്ക മുറിക്കാൻ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ല, വേറെ എവിടെ പോയാലും കിട്ടില്ല. കിച്ചണൊക്കെ ഒരുക്കുമ്പോൾ ഇതുപോലെ വിശാലമായിട്ട് പ്രകാശവും കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന കിച്ചനും വർക്കേരിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ഇതിൽ വിരിച്ച ടൈലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതിന്റെ വാളിൽ വിരിച്ച ടൈൽ ആ ഒണിക്സ് അസറോടെ ഒണിക്സ് വൈറ്റ് ഒരു രക്ഷയില്ലാത്ത സെലക്ഷനാണ് റഷീദ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫ്ലോറിൽ വിരിച്ചുള്ള ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ഡിസൈൻ റൊസാലിയ മാറ്റ്, അത് കാർവിംഗ് ഡിസൈനാണ്. വെള്ളമായാലും നമ്മൾ സ്ലിപ്പായി പോകില്ല, കാണാൻ ഇങ്ങനെ ഷൈനിങ് ഉണ്ടാവുന്ന ഒരു അടിപൊളി സാധനമാണ്. അസർവയുടെ ക്വാളിറ്റി എന്ന് പറയുന്ന മെറ്റീരിയൽസ് ഈ വീടിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഈ വീടിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് റസാഖ് ഭായിനോട് ചോദിച്ചറിയാം. ഇതാണ് നമ്മളെ കൊട്ടാരം പോലെ വീടുണ്ടാക്കിയ സിംഗിൾ സ്റ്റോറിയിൽ വീടുണ്ടാക്കിയ മനോഹരമായിട്ട് പ്രകൃതിയോട് ഒരുപാട് സൗഹൃദം പുലർത്തുന്ന രീതിയിൽ വീടുണ്ടാക്കിയ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയോട് ചേർന്നിണങ്ങിയ സിംഗിൾ സ്റ്റോറി ചെയ്ത് വീട്ടിന്റെ അകത്ത് കുട്ടികൾ കുളിക്കാനുള്ള പൂളുകൾ വരെ ചെയ്ത് 4 കെട്ടിൽ ചെയ്ത റസാഖ് ഭായിന്റെ വീട് പോലെ മനോഹരമാണ്. മൂപ്പരുടെ ജുബയും മൂപ്പരുടെ മുഖവും. എങ്ങനെ റസാഖ് ഭായി ഈ വീടിനെ കുറിച്ചിട്ട് കൺഗ്രാജുലേഷൻ ഫസ്റ്റ് ആദ്യമായിട്ട്. പുറത്തുനിന്ന് കണ്ട ലുക്ക് അകത്ത് കയറുമ്പോൾ വേറെ വൈബാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ വീട് പുറത്തുനിന്ന് ഡബിൾ സ്റ്റോറി ആണെന്ന് തോന്നുന്നു, നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. നിങ്ങൾ ഒരു ഡബിൾ സ്റ്റോറിക്ക് ഹൈറ്റും ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാൻ കാരണം നമ്മള് പലയിടത്തും ഓരോരോ മോഡൽ ഇങ്ങനെ നോക്കി നോക്കി ചെയ്തതാണ്. അപ്പൊ ഇങ്ങനത്തെ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരാൻ കാരണം നമുക്ക് ഈ പഴയ വീട് കൊണ്ടാണ് എപ്പോഴും താല്പര്യം. പഴയ ഒരു നൊസ്റ്റാൾജിയാണ് താല്പര്യം. അതായത് ഇങ്ങനെ കാണുമ്പോ തന്നെ നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് 1:30 സമയം ഉച്ച. സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാല് ഇതൊരു പാറപ്പുറാണ്. പാറപ്പുറാണ്. ഇവിടെ ചൂടുണ്ടാവണം. ഇത് മുകളിൽ ഡ്രസ് വർക്കില് ഓടിട്ട് പിന്നെ അതിന്റെ ഇടയിൽ വേറെ ചെയ്തോ? നമ്മളെല്ലാം മരത്തോട് ചെയ്തതാണല്ല, മരം കൊണ്ടാണ് എല്ലാം സീലിംഗ് ഫുള്ള്. അതുകൊണ്ട് ആ ചൂട് അകത്തേക്ക് 40% ചൂട് അവിടുന്ന് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുകളിൽ സ്ട്രെസ് വർക്ക് സീലിംഗ് എല്ലാം ഫുള്ള് മരം. അതുകൊണ്ട് ആ ഹ്യൂമിഡിറ്റി താഴത്തോട്ട് ഇറങ്ങുന്നില്ല. മുകളിൽ ഓടുമാണ്, ഷീറ്റ് അല്ല, ഓടാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അകത്ത് എത്ര ഫാനൊന്നും ഇല്ലെങ്കിലും വിശാലമായി സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. എങ്ങനെ നിങ്ങൾ ഈ ടൈൽസിന്റെ ഒക്കെ സെലക്ഷൻ? നിങ്ങൾ കാസർഗോഡാണോ? നമ്മള് മലപ്പുറത്ത് എടുത്തത്, വളാഞ്ചേരി വന്നിട്ടാണ് എടുത്തത്. അതാ ഞാൻ പറഞ്ഞു, വളാഞ്ചേരിയിലുള്ള ഷോറൂമിലേക്ക് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും, അതായത് 2 സ്റ്റേറ്റിന്റെ തലക്കത്ത്, കൊല്ലത്തുനിന്ന് പത്തനംതിട്ടയിൽ, കണ്ണൂരിൽ നിന്ന് വയനാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. കളക്ഷൻസും നല്ല മെറ്റീരിയൽസും ഉണ്ടെങ്കിൽ ആളുകൾ എവിടെ എത്തും. നമ്മളെ പണ്ടൊരു ചെല്ലുണ്ട്, നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരുന്നു. തമാശ പറയുന്നതാണ്, ഒരു ചെല്ലാണ്. അതുപോലെ മെറ്റീരിയൽസ് നല്ലത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എവിടുന്ന് ആൾ വരും. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കാസർഗോഡ് വരുമ്പോൾ ഞാൻ ഈ വീടിന്റെ റിവ്യൂ എടുക്കുമ്പോൾ എനിക്ക് അവിടെ കൊടുത്ത മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നത്. വീട് കുടിയിരുന്ന അന്ന് തന്നെയല്ല വരുന്നത്, പിന്നീടാണ് വരാൻ പറ്റുന്നത്. അപ്പോൾ
കൊടുക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി. എങ്ങനെ മലപ്പുറം ജില്ലയിൽ എത്തിപ്പെട്ടു ഇദ്ദേഹം നമ്മൾ ചോദിച്ചോക്കാം. എങ്ങനെയാണ് സിൽവാൻ എത്തി? നമ്മള് ഫേസ്ബുക്കിൽ നിങ്ങളെ പരസ്യം കണ്ടിട്ട് നിങ്ങളെ മാനേജറെ വിളിച്ചു. നമ്മൾ വിളിച്ച് സംസാരിച്ച ശേഷം നമ്മൾ വളാഞ്ചേരി പോയി. അവിടെ പോയി ഷോപ്പിൽ പോയി, സെൽവാൻ ഷോപ്പിൽ പോയി സെലക്ട് ചെയ്തു. നോക്കിയിട്ട് സെലക്ട് ചെയ്തു. നമുക്ക് നല്ല ഇഷ്ടമായി. നല്ല പ്രൈസാണ് തന്നത്. അപ്പോഴ് അതെല്ലാം കൊണ്ടും നമ്മളെ സെലക്ഷൻ എല്ലാം ഫസ്റ്റ് തന്നെ നിങ്ങളിപ്പോ സെലക്ഷനൊക്കെ ഞാൻ എന്താ പറയണെങ്കിൽ നിങ്ങളെ വാളിന് ഉപയോഗിച്ച് ഓണിക്സ് വൈറ്റ്, ഫ്ലോറിന് ഉപയോഗിച്ച്, ബെഡ്റൂമിന് ഉപയോഗിച്ചൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. ഈ സെലക്ഷൻ നിങ്ങൾ ടൈം എടുത്തോ? അതാ പെട്ടെന്ന് ചെന്നേക്കനെ അടുത്തോ? ഇല്ല 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 ഇല്ല, നമ്മള് ടൈം എടുത്തു. ടൈം എടുത്തിട്ട് വിശാലമായി നിങ്ങളെ ഷോറൂം, ഈ സൽവാന്റെ ഷോറൂം ഫുള്ള് ചെക്ക് ചെയ്ത് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഷോറൂം അല്ലേ നമ്മൾ അവിടെ വളാഞ്ചേരി ഉള്ളത്. അപ്പോഴെല്ലാം നോക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ ആക്കിയിട്ട് സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. അതെല്ലാവരും വീടെടുക്കുന്ന ആളുകൾക്ക് ഒരു മാതൃകയാണ് അദ്ദേഹം. ഒറ്റ പ്രാവശ്യം വന്നു, അന്ന് തന്നെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നോക്കി വന്നു. ഒരുപാട് റിട്ടേൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാതിരിക്കാനൊക്കെ ഇയാൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാളൊരു ബുദ്ധി ഞാൻ കണ്ടതാണ്. ഞാൻ ചോദിച്ചിട്ടില്ല അതെന്നാണോന്ന് എനിക്കല്ല. ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാനുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ ഒരു ബോക്സ് എല്ലാത്തിലും ബാക്കിയുണ്ട്. ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയയിലെ വാളിന് വരെ ഒരു ബാക്കി വരുന്ന ഗ്രീനിഷ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിട്ടേൺ വിടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കണ്ടിന്യൂസിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. ഐഡിയപരമായിട്ടാണ്. നിങ്ങൾ എഞ്ചിനീയർ ഒന്നല്ലല്ലോ? അല്ല, നമ്മുടെ ബിസിനസ്സുകാരൻ. നമുക്ക് കാഷ്യൂനട്ടിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്, ഹോൾസെയിലാണ്. എത്ര മക്കളാ? ഞങ്ങൾ 5 പേര്, 5 കുട്ടികള്, ഒരു പെണ്ണും 4 ആണും. മക്കളൊക്കെ? മക്കള് ഒരാള് മുഹമ്മദ്, മകളെ പേര് ഷെർഹാന ഷെറി, ഒരാൾ നജീബ് മകൻ, പിന്നെ സിനാൻ, മുഹമ്മദ് സിനാൻ, മുഹമ്മദ് സിയാദ്, അവർ ട്വിൻസ് ആണ്. പിന്നെ ഒന്ന് തമീമ്, അവൻ 10th പഠിക്കുന്നു. വൈഫിന്റെ പേര് ഷെരീഫ. മാഷാഅല്ലാഹ്, നല്ല സന്തുഷ്ട കുടുംബമാണ്. 4 ബെഡ്റൂം, നല്ല സിംഗിൾ സ്റ്റോറിൽ. ഇങ്ങനെ ഈ വെള്ളച്ചാട്ടൊക്കെ വേണം എന്ന് ഉദ്ദേശിക്കാൻ കാരണം നമ്മള് മഴക്കാലത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവും. ഇതിപ്പോ നമ്മള് വേനൽക്കാലാണ്. ഇത് നമ്മള് എന്തെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം ഈ നടുമുറ്റം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മള് ആ സ്പേസ് കിട്ടി അവിടെ ചെയ്തു. പക്ഷെ ആ വെള്ളം സാധാരണ അവിടെ സാധാരണ ചെറിയ പോണ്ടാണ് ആളുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെറിയൊരു വെള്ളം ചാടാനുള്ള സ്ഥലം മാത്രം. നിങ്ങളൊരു പൂളാക്കി മാറ്റി കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളായി ഉണ്ടെങ്കിൽ. എന്റെ മകളെ കുട്ടികളുണ്ട്, അവരെല്ലാം വന്ന് സൺഡേ എല്ലാം വന്ന് അതില് ഫുള്ള് വെള്ളം നിറച്ചിട്ട് കുളിക്കും, എൻജോയ് ചെയ്യും. നല്ല രസം, സേഫ് ആയിട്ട് കാണും ചെയ്യാം. നമ്മളെ മുന്നിൽ തന്നെ നല്ലൊരു ആശയമായിട്ടോ. എനിക്ക് വീട്ടിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഈ ഹാൾ തന്നെയാണ്. ഈ ഹാളും ഇതൊക്കെയാണ്. കാരണം നമ്മള് ഒരു വീടുണ്ടാക്കാൻ നമ്മളെ സ്വപ്നമാണ്. ഒരുപാട് കാശ് ചിലവാക്കി ചെയ്തൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഇത് അത്യാവശ്യം ക്യാഷ് ആയിട്ടുണ്ടാവുമല്ലോ? അതെ, നല്ല ഒന്നിന്റെ മേലെ ആയിട്ടുണ്ടല്ലേ. ഇതിന്റെ പ്ലാൻ നമുക്ക് ഇതിന്റെ കൂടെ വെക്കാൻ പറ്റുമോ? ഈ കാണുന്ന ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ ഇതിന്റെ കൂടെ യൂട്യൂബിൽ വെക്കാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ, പ്ലാൻ തരുമോ? കാരണം ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് റസാഖ് ഭായി ആ പ്ലാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതിന്റെ ഇത്ര വലിയ രീതിയിൽ തന്നെ ചെയ്യണം. ഇത് 3500 സ്ക്വയർ ഫീറ്റുകളുണ്ട് ഏകദേശം. ഇതൊന്നും കൂടി ചുരുക്കുകയാണെങ്കിൽ ഇതിപ്പോ വിശാലമായ ഹാളും ഇതൊക്കെയാണ്. ഒന്നുകൂടി ചുരുക്കുകയാണെങ്കിൽ ഇത് 2500 സ്ക്വയർ ഫീറ്റിലേക്കും കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് വിശാലത ആവശ്യമായിട്ട് ഇവർ ചെയ്തു. 4 ബെഡ്റൂമൊക്കെ, ഒരു 3 ബെഡ്റൂമൊക്കെ കൊണ്ടുവരാൻ നമുക്ക് 2500 സ്ക്വയർ ഫീറ്റിൽ ചെയ്യാൻ കഴിയും. ഒരുപാട് ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പിന്നെ ഇതിലൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും വെളിച്ചം, അകത്തേക്ക് വെളിച്ചം ഉണ്ടാവും. പകല് ടൈമിലൊന്നും ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. രാത്രിയും നല്ല വെളിച്ചം ഉണ്ടാവും. 1 or 2 ലൈറ്റ് ഇട്ടാൽ മതി. പിന്നെ അങ്ങനെയുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട് ഇതിന്. എല്ലാം ഓപ്പൺ ഏരിയ ആണല്ലോ. എയർ പാസിംഗും അതുപോലെ വെളിച്ചം എപ്പോഴും ഒരു വീടിന്റെ അത്യാവശ്യമാണ്. അത് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളെ വീടിന്റെ ഭാഗമാകാൻ സിൽവാന് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി നിങ്ങളെ കുടുംബത്തിലുള്ളവരൊക്കെ സജസ്റ്റ് ചെയ്യൂലേ? ചെയ്യും, തീർച്ചയായും. കാസർഗോഡ് ജില്ലയിൽ ഇപ്പൊ 2-3 ഒരു 4-5 പേര് വന്നിട്ട് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. ഒരു പാർട്ടിനെ അവിടെ അയച്ചിരുന്നു. അനസിനായിട്ടുള്ള ഡീൽ ചെയ്തത്. എന്തായാലും ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.